ഇത് എത്ര പേരുണ്ട് ഇപ്പൊ നിലവിൽ? 285 പേര് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതില് റണ്ണേഴ്സ് ചേരാൻ വല്ല എന്തെങ്കിലും ഒക്കെ ഫീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല? അങ്ങനെ ഉദ്ദേശിച്ചാണെന്നല്ലോ. അതോ നമ്മുടെ ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് വേറെ ചെയ്ത് അവരുടെ നമ്മളിവിടെ ഫ്രീ ആയിട്ടാണ് ആർക്കും മാക്സിമം ആള് വന്ന് ചേരുക, സൗജന്യമായിട്ട്. ഇതില് വേറെ ഫീസോ കാര്യമൊന്നും താല്പര്യമുള്ളവർക്ക് വന്ന് ചേരുന്നില്ല. ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 34 പേര് നമ്മുടെ പ്രദേശത്തിന് ജോലി കയറി. അത് പോലീസിലുണ്ട്, ഫോറസ്റ്റിലുണ്ട്, മറ്റേ എക്സൈസിലുണ്ട്, ഫയർഫോഴ്സിലുണ്ട്, ആർമിയിലുണ്ട്, റെയിൽവേയിലുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലും ഇവിടുന്ന് കുട്ടികൾ ഇപ്പൊ 34 പേര് ഈ ലോക്കൽ നമ്മളെ ഇത്തരം ബ്ലോക്ക് ഇങ്ങനെ പ്രദേശങ്ങളിൽ കയറിയിട്ടുണ്ട്. അവരൊക്കെ ലൈഫ് സെറ്റിലാണ്. അപ്പൊ ഒരാള് നമ്മൾ 5 പൈസ വാങ്ങുന്നില്ല. വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരാൾ ജോലി കിട്ടി പോകുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും അതൊരു ചിലപ്പോൾ ടീച്ചർ 67 വയസ്സായി, വേറെ വിഷയിച്ചൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് ഉണ്ട്. അവരൊക്കെ 5 കിലോമീറ്റർ മാരത്തോണൊക്കെ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ തൃശ്ശൂർ മാരത്തോണിൽ 5 കിലോമീറ്റർ ഈ 67 വയസ്സായ ആളുകളെ കൊണ്ട് ചെയ്യുന്നു. ടീച്ചർ അടുത്ത മാരത്തോണിന് ടീച്ചർ പോയിട്ട് 1 മാസമായിട്ടുള്ളൂ. അടുത്ത മാരത്തോൺ ടീച്ചർ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ അയൽവാസിയും കൂടിയാണ്. അല്ല, ഞാന് പിന്നെ ചാത്തന്നൂരാണ് പോയിരുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ട്രെയിനിങ് നടക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയാണ്. അപ്പൊ ഇവര് ആദ്യം ഒരു 5 കിലോമീറ്റർ കൂടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ 10 കിലോമീറ്റർ ഓടിച്ചാ വന്നിട്ടാ നിൽക്കുന്നത്. 1.5 മാസം കൊണ്ട് ഒരു 10 കിലോമീറ്റർ ഓടി. ഇനിയിപ്പോ ഇതേപോലെ ഒരു അടുത്തൊരു മാരത്തോണിന് അടുത്ത മാസം ഉണ്ട്. 1-2 മാസം കഷ്ടിയാവണം. അപ്പോ ഇവര് ഓടുമ്പോ ഏഴത്തൂർ വരെ ഓടുമ്പോ എനിക്ക് കൂറ്റനാട് വരെ എത്താൻ പറ്റിയെന്നുള്ളൂ. ഇപ്പൊ 10 കിലോമീറ്റർ ഓടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു നല്ല വശം തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഫിറ്റ്നസ്സിലോട്ട് അതുപോലെ അങ്ങനത്തെ ഗാദറിങ്ങിൽ വന്ന് അതിന്റെ ഭാഗമാവണമെന്നാണ് സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വിബിയാണ്, നമ്മുടെ നേഴ്സിന്റെ അപ്പൊ വിബിയ ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് ഒരു നിങ്ങളുടെ മാരത്തോണിൽ വരാൻ പോകുമെന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ചെറിയൊരു മാരത്തോണിനെ കുറിച്ചിട്ട് മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല സ്ഥലങ്ങളിലും ടിവിയിലും ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇപ്പൊ ഇവിടെ ഏറ്റവും പാലക്കാടിലെ ഏറ്റവും വലിയ മാരത്തോൺ നടക്കുന്നത് പാലക്കാടാണ്, പിന്നെ തൃശ്ശൂർ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ പ്രാദേശികമായിട്ട് ആളുകളിൽ ഈ മാരത്തോൺ എന്താണെന്ന് സങ്കല്പം അത് ഈ ഏരിയയില് ജനങ്ങളിലൊന്ന് എത്തിക്കാൻ വേണ്ടി വലിയൊരു മാരത്തോൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ പറ്റിയിൽ വളരെ 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഫൺ ആൻഡ് ഫാമിലി റണ്ണ്, പിന്നെ 3 കിലോമീറ്റർ ഹെറിറ്റേജ് വാക്കേണ്ട. നമ്മളെ പെരിങ്ങോടിന്റെ പൈതൃകത്തെ വിളിച്ചു പോകുന്ന വിധത്തിലെല്ലാം ആളുകൾ കാണണം, അവരത് നടന്ന് ആസ്വദിക്കണം. ആ രീതിയിൽ ഒരു ഹെറിറ്റേജ് വാക്ക് ആൻഡ് റണ്ണും കൂടി കിഡ്സ് ആൻഡ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വാക്ക് ആൻഡ് റൺ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു 3000-ൽ പരം ആളുകൾ ഇതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. ഭൂരിഭാഗം നമ്മൾ കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുള്ള ഒരുപാട് പ്രൊഫഷണൽ റണ്ണേഴ്സ് എല്ലാം പങ്കെടുക്കും. നമ്മൾ അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ഹെൽത്ത് ജനങ്ങളിൽ 5 കിലോമീറ്റർ മുന്നോട്ടൊക്കെ എങ്ങനെ അവർ പറയുമ്പോൾ ഒരു വലിയ സംഭവം തോന്നുമെങ്കിലും അത് അവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കാനും അതിന്റെ ഗൗരവം കുറയ്ക്കാനും വേണ്ടിയിട്ട് നാട്ടിലെ മാക്സിമം തൃത്താല ബ്ലോക്ക് നമ്മുടെ ഈ പരിസരങ്ങളിലെല്ലാ ആളുകളും റണ്ണേഴ്സ് പ്രൊഫഷണൽ റണ്ണേഴ്സ് തന്നെ വരുമ്പോൾ ടൈം ഷിഫ്റ്റ് വെച്ച് റണ്ണാണ് പ്രൊഫഷണൽ രീതി തന്നെയാണ് ചെയ്യുന്നത്. അതിലിപ്പോ കലണ്ടറിലൊക്കെ നമ്മൾ പേര് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 15-ാം തീയതി അത് നമുക്ക് 4-5 മാസം സമയമുണ്ട്. സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമ്മൾ പെരിങ്ങോടുന്ന് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ ഹെറിറ്റേജ് റണ്ണ് നമ്മൾ കുമിളി മന അങ്ങനെ റോഡ് വഴി ഇങ്ങനെ പോയിട്ട് ഹെറിറ്റേജ് വാക്കാൻ തന്നു. പിന്നെ നമ്മൾ ഫൈനൽ റൂട്ട് 2-3 കണ്ടുവച്ചിട്ടുണ്ട്. അത് റോഡ് പണിക്കനുസരിച്ച് നമ്മൾ നല്ല റോഡ് അതനുസരിച്ച് നമ്മൾ ഒന്ന് കറുവത്തൂര് വട്ടുള്ളി വഴി, അതല്ലെങ്കിൽ കൂറ്റനാട് വെള്ളിയാങ്കല്ല് വഴി, അതല്ലെങ്കിൽ ഇങ്ങോട്ട് കടങ്ങോട് പെരുമ്പലാവ് വഴി, അങ്ങനെ 3-4 റൂട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പല റോഡും വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഫൈനൽ ഫിക്സ് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അതിൻ്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച പോലെ ആരംഭിക്കും. നിങ്ങൾ എത്ര വർഷമായി ഇതിൽ? 3 വർഷം. എന്താണ് ഈ റണ്ണേഴ്സിന് കയറിയ ശേഷമുള്ള പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് പറയുന്നത്. അപ്പൊ എന്താ ഞാൻ വന്നതിന് ശേഷം ശാരീരിക മാനസികമായിട്ട് ഒരുപാട്
ഫിറ്റ്നസ് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്ന ഏകദേശം ഒരു 36 പേരോളം ജോലി കിട്ടിപ്പോയി. അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു ജോലിക്ക് വന്ന് ഇവരുടെ ജീവിതം കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ കൂട്ടായ്മ നിലനിർത്താൻ കഴിഞ്ഞതിൽ മണിക്ക ഇങ്ങനെ ഒരുപാട് പേര് സഹകരിക്കുന്ന എല്ലാവരോടും ഇതില് ശരീരത്തിന് മാത്രം വ്യത്യാസമാണ്, ജീവിതത്തിൽ ലൈഫിന് പോലും ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ ഒരുപാട് അമ്മമാരും ഇതിലെ തുടങ്ങിയപ്പോൾ എന്താ പറയുക, അവരുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടും അവരുടെ ഡോക്ടർക്ക് എന്താ പറയാനോ ചോദിച്ചു. എന്താണ് പറയാനുള്ളത്? ഡോക്ടറെ പ്രത്യേകിച്ച് കൂടുതൽ പറയാനുണ്ടാവുമല്ലോ. ഡോക്ടർ രാധിക നമ്മളെ ഈ കൂട്ടായ്മ എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തിന് ഒരു പ്രത്യേക എനർജിയാണ് എന്നുള്ളതാണ്. വരാതിരിക്കുന്നത് ആ ദിവസം നമ്മളെ തന്നെ ഒരു ഡസ്റ്റാക്കി മാറ്റുന്ന ഒരു രീതി. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഫിറ്റ്നസ് എന്നുള്ളത് ശാരീരികമായിട്ട് ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ആ ഒരു ദിവസം നമുക്ക് ഒരു പ്ലസന്റ് ആയിട്ട് മാറും. ഒരു ചെറിയ പ്രത്യേകത കൂടി ഡോക്ടർക്ക്, അത് വിവാഹ വർഷത്തിൽ എത്ര കിലോമീറ്റർ 15ാം വിവാഹവാർഷികത്തിന് 15 കിലോമീറ്റർ ഓടിയിട്ട് ആ ഒരു സന്തോഷപ്രകടനം. അതെ. അതുപോലെ തന്നെ ഇവിടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മള് ഓടിയിട്ടാണ് അത് ആഘോഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ മാർച്ചില് റംസാൻ 28-ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് 10 കിലോമീറ്റർ റിട്ടയർ ആയിട്ടുള്ള ഓട്ടം എല്ലാവരും കൂടിയിട്ട് ഓടിയിട്ട് തീർത്തു. എൻ്റെ വീട്ടിലേക്ക് റിട്ടയർമെന്റ് ദിവസം ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ടായിരുന്നു, എല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ഓടിയിട്ട് അതാ സമാപനം. എൻ്റെ ബർത്ത്ഡേ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ്. ആൾക്കാരുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് എത്ര കിലോമീറ്റർ എത്രയാണ് ഓരോ ബർത്ത്ഡേ ഏകദേശം 10 കിലോമീറ്റർ ഓടിയിട്ടാണ് അത് സെലിബ്രേഷൻ അങ്ങനെയാണ്. ഈ ചെറിയ കുട്ടി മുതൽ അവരെ മുതല് വലിയ 70-75 വയസ്സായവരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. പോസ്റ്റ് പരമായിട്ട് വരാച്ചാൽ അതിൽ CPO എക്സാം ഉണ്ട്, അതായത് BSF CISF SI പോസ്റ്റ്. അതിനൊക്കെ കായികക്ഷമത നല്ല വേണം. റിട്ടേൺ പാസ്സായാൽ മാത്രം പോരാ. റിട്ടേൺ പാസ്സായത് 80% ആൾക്കാരും പൊട്ടുന്നത് ഫിസിക്കലാണ്. ഫിസിക്കലാണ് ഏറ്റവും മെയിൻ. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറെ പേര് ഈ ക്യാമ്പിൽ വരാറുണ്ട്. 38 പേര് കുറെ പേര് ലഭിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരാനും ഞാൻ ചെറുപ്പം മുതലേ മണിക്കനെ കാണാം. ഞാൻ എന്റെ 5-6 വയസ്സാകുമ്പോ തന്നെ മണിക്കനെ കാണാം. കുറെ പരിപാടിക്ക് പോകുമ്പോൾ മണിക്കനാണ് ഇവർ ഗസ്റ്റ് വിളിക്കുക. അപ്പൊ ഞാൻ ചെറുപ്പം മുതൽ കാണാണ് മണിക്കിങ്ങനെ ഓടുന്നത്. അപ്പോൾ വലുതാകുമ്പോഴും ഇപ്പോഴും മണിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മണിക്കയുടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു മണിക്കൊക്കെ നല്ല മോട്ടിവേഷൻ ഞങ്ങൾക്കൊക്കെ. ഇൻസ്പിറേഷൻ മണിക്കനെ പോലെ ആവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. 1.5 വർഷത്തോളമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. റിട്ടയർ ആയി കഴിഞ്ഞിട്ട് വന്ന് അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നടക്കാൻ സമയം കിട്ടും. റിട്ടയർമെന്റിന് മുമ്പ് വരുമ്പോ മണി കൂട്ടിരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കും ഒന്ന് കഴിഞ്ഞിട്ട് വേണം വരാന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ ഒരു പ്രത്യേക ഒരു സുഖം എന്ന് പറയണത് എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം ഇതൊന്നും നമുക്ക് തോന്നില്ല. ഈ കുട്ടികളെ തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഫിറ്റ്നസ് കൂടാതെ മനസ്സിന് നമുക്ക് ആ ഒരു ചെറുപ്പം തോന്നിക്കുകയാണ്. അപ്പോ പിന്നെ ഇതെല്ലാം ഇവരുടെയൊക്കെ ജോലി പോകേണ്ട ആൾക്കാർ വന്നിട്ടാണ്. മണിയാണെങ്കിലും വിപിനാണെങ്കിലും എല്ലാവരുടെ സമയം കണ്ടെത്തിയിട്ട് കാലത്ത് വന്ന് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരണം. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ ഒരു 2 ദിവസം ഇവിടുന്ന് വിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമാണ്. അപ്പൊ നമുക്ക് ആ ഒരു കാലത്തെ ഒരു റൂട്ടീന്റെ ഭാഗമായിട്ട് മാറിയില്ലേ അപ്പൊ അത് ഈ 1.5 മണിക്കൂർ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതെ പങ്കെടുക്കുക. അപ്പൊ ഞങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രായഭേദമൊന്നുമില്ല, എല്ലാവരും ഒരേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. 70+ഉം 80+ ഒക്കെ വരുന്നുണ്ട്. അതെ 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 അതാണ് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലി എന്ന സ്വപ്നം നേടിയെടുത്ത വിമലല്ലേ? വിമലിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടാവില്ല, ആദ്യമായിട്ട് ഒരു ജോലി കിട്ടിയാണല്ലോ. അതുപോലെ ഇവിടെ വന്നപ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറി. രാവിലെ എണീറ്റ് ഓടിയില്ലെങ്കിൽ ആ ദിവസം ഒരു സുഖമില്ല, മൂടോഫാണ്. ഇപ്പൊ നമ്മള് സുഖമായിട്ട് 15-ഉം 20-ഉം 25-ഒക്കെ കൂളായിട്ട് ഓടും, കുഴപ്പമില്ല. ജോലി ചെയ്യണ ഞാൻ ഇവിടെ തൃശ്ശൂരാണ്, അക്കാദമിയിലാണ്.
ഓക്കെ, എൻ്റെ പേര് രമേശ്. ഞാൻ ഒരു ട്രയത്രോണിസ്റ്റ് ആണ്. ട്രയത്രോൺ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മണിക്ക് പറഞ്ഞത്. ട്രയത്രോൺ എന്ന് പറഞ്ഞതാണ് ഈ 3.8 കിലോമീറ്റർ ഓപ്പൺ വാട്ടർ കടലിൽ സ്വിമ്മിങ്, പിന്നെ 180 കിലോമീറ്റർ സൈക്ലിങ്, 40 കിലോമീറ്റർ റണ്ണിങ്. അത് മൂന്നും കൂടി ചേർന്നാണ് ഈ ഫുൾ അയൺമാൻ എന്ന് പറയുന്നത്. അത് യൂറോപ്പ് ലെവലിലാണ് നടക്കുന്നത്. ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ ആ കാറ്റഗറി ഇല്ല. ഈവൻ ദുബായിൽ പോലില്ല. ഈ ദുബായിൽ ഇതിന്റെ പകുതിയാണ് നടക്കുന്നത്. പിന്നെ 1.9 കിലോമീറ്റർ സ്വിമ്മിങ്, 80 കിലോമീറ്റർ സൈക്ലിങ്, 21 കിലോമീറ്റർ റണ്ണിങ്. ഇത് 3 പ്രാവശ്യം ഒഫീഷ്യലായിട്ട്, 2 പ്രാവശ്യം ഒഫീഷ്യലായിട്ട് ഞാൻ ദുബായിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ദുബായിൽ നിന്ന് എല്ലാം ജോബ് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാട്ടില് ഇതില് ഞാൻ ദുബായിലുള്ളപ്പോൾ തന്നെ ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ മെന്റലി ഏതൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫിസിക്കലിയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഡെയിലി ബേസിൽ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മറികടക്കാൻ പറ്റും. ഏതൊരു ലൈഫിൽ ഏതൊരു പ്രതിസന്ധിനെ നമുക്ക് തരണം ചെയ്ത് നമുക്ക് ആ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ഏറ്റവും ഒരു വലിയൊരു മെസ്സേജാണ് നമുക്ക് പിന്നെ എല്ലാ റണ്ണേഴ്സിനും കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഒരു ചെറിയൊരു ബൈറ്റ് ഇവിടെ അവസാനിക്കാം കേട്ടോ. അപ്പോൾ ഈ റണ്ണേഴ്സിലെ 285 പേരെ ഇത്തരത്തിലൊരു രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മണിക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നമ്മൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതിയുള്ള 2026 മാരത്തോണിന് എല്ലാവിധ ആശംസകളും നമ്മൾ ഇതിലൂടെ നേരുകയാണ്. അത് വലിയൊരു പരിപാടിയായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും തീർച്ചയായും കുറച്ച്